അപ്പോൾ ചായ കുടിച്ചിട്ട് പോട്ടാ, ജോലിക്ക് പോകുന്ന സമയം. എന്തേ പറയാണ്ട പറ വ്ളോഗിനകത്ത്. ഇവിടെ എന്തോന്ന് ഇത് വായിൽ ചായ നല്ല കഴിവില്ലേ? എവിടെ നിന്ന് ഇതാണ് കഴിവിയത്? ശിവന്റെ കാര്യങ്ങൾ നല്ല കഴിവിട്ടോ. അപ്പം എന്ത് പറയാം, സൊമാറ്റോ വ്ളോഗ് തന്നെ, വേറെ ഒന്നും പറയാനില്ല. ഇപ്പോൾ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. മണിയപ്പോൾ കറക്റ്റ് എപ്പോഴും പോലെ 6:30 മണി ആവാറായി. വൈകുന്നേരം 4 മണിക്കൂർ ഉറക്കാൻ പോകണു. എന്നിട്ട് എത്ര മണി? 22 ഓക്കെ, 21 ബുധനാഴ്ച. ഓക്കെ ശരി, കറക്റ്റാണ്. അപ്പോൾ 21/1/2026 ഇന്ന് ബുധനാഴ്ചയാണ് ദിവസം. ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയ യൂട്യൂബ് ചാനൽ. ആർക്ക് എന്നൊക്കെ സ്കൂളിൽ പോകണ്ടല്ലോ ഇന്ന് നാളെയും മറ്റന്നാളെയും 5 ദിവസത്തേക്ക്. അല്ല, നാളെ പോണ്ട, തേഴ്സ്ഡേ നാളെ പോണ്ട, ഫ്രൈഡേ പോണ്ട, സാറ്റർഡേ പോണ്ട. എന്ത് കാരണം പറ? കാരണം നമുക്ക് നാളെ എന്തെന്ന് വരണ്ടെന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞ ഡാൻസിനുള്ളവര് മാത്രം വന്നാ മതി. ഞാൻ നാളെ ഡാൻസിന്. എന്ത് ഡാൻസ്? എന്തിനു വേണ്ടി ഡാൻസ്? എന്തിനു വേണ്ടി ഡാൻസ് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന്റെ പ്രോഗ്രാം നടക്കണമെന്ന് പറഞ്ഞു. സ്കൂൾ ആനുവൽ ഡേ അല്ലേ? ആ ബെസ്റ്റ് പ്രോഗ്രാം ആനുവൽ ഡേ, സ്കൂളിന്റെ വാർഷികം. അപ്പൊ ആ സമയത്ത് സ്കൂൾ ഡേ അല്ലേ, സ്കൂൾ ഉണ്ടായ ദിവസം. അപ്പൊ ആ ദിവസം ഭയങ്കര ഡാൻസ് പാട്ട് പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള പിള്ളേർ പങ്കെടുക്കാം, അല്ലാത്ത പിള്ളേർക്ക് പോകേണ്ട ആവശ്യമില്ലെന്ന് പറയാം. അവർ വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കാം. ശിവക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു ആ ദിവസം. ഇന്ന് തിങ്കളാഴ്ച ആയിരുന്നല്ലേ, ആ ദിവസം പോയിരുന്നെങ്കിൽ അന്ന് ഡാൻസ് പങ്കെടുക്കാമായിരുന്നു. പിന്നെ നമ്മളെ കാര്യം നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഹോസ്പിറ്റലിലും അല്ലേ, അതുകൊണ്ടൊന്നും സമയമില്ല. തിങ്കളാഴ്ച വാണിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, ചൊവ്വാഴ്ച അപ്പയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഇവിടെ എറണാകുളത്ത്. ഇപ്പോൾ തിങ്കൾ ചൊവ്വ ലീവ് എടുത്ത് വിഷൂട്ടി. അപ്പോൾ അതുകൊണ്ട് ഇനി പോയിട്ട് കാര്യമില്ല, ഇനി ഡാൻസിന് പങ്കെടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ പേര് കൊടുത്ത് റിഹേഴ്സൽ പോയ ആൾക്കാർ മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ സ്കൂൾ. അതുകൊണ്ട് ഇനി പോകേണ്ട ആവശ്യമില്ല. അടുത്ത ആഴ്ച പോയപ്പോൾ ടീച്ചറെ പറഞ്ഞു സ്കൂൾ പഠിപ്പിച്ചെങ്കിൽ കുഴപ്പമില്ല, പോവായിരുന്നു. പഠിപ്പിക്കണമെന്നില്ല, ചുമ്മാ അവിടെ പോയിട്ട് ഇരുന്നില്ലേ പറഞ്ഞത് അല്ലേ? അല്ലല്ല, അത് ഡാൻസ് ക്ലാസ് ഇവിടെ നീ ഉണ്ട്. ഓക്കെ, സ്കൂളിൽ നമ്മൾ ചേരണ്ടേ, എങ്കിലേ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ഒരു മിങ്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, കുഴപ്പമില്ല, അടുത്ത വർഷം ആവട്ടെ. ഓക്കെ, അത്ര തന്നെ പറയാനില്ലല്ലോ. അപ്പൊ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ സിനിമയും കണ്ട് ഫോണും കണ്ട് എന്തെങ്കിലും പഠിക്കണ്ടേ? അതൊക്കെ ചെയ്യാം. എന്നിട്ട് രാത്രി സിനിമയും കണ്ട് താത്തയുടെ ഫോൺ എടുത്ത് റൂമിൽ പോയി ലൈറ്റ് ഇട്ട് ഫാനും ഇട്ട് കഥ പഠിച്ച് ഇങ്ങനെ കിടന്ന് ഫോൺ കാണാൻ എന്തൊരു സുഖമാണ്. നല്ല ആള് കൊള്ളാം കേട്ടാ. അങ്ങനെ പറ്റാന്നില്ല, പഠിക്കണം അല്ലേ മണി? പഠിക്കാനുള്ളത് കൊടുക്കണം കേട്ടാ. കുറച്ച് പഠിക്കാനുള്ളത് പഠിച്ചിട്ട് ബാക്കി സമയം എൻജോയ് ചെയ്തോ. ഓക്കെ, അവിടെ പോകണം, പ്ലാറ്റോറിയം പോകണ്ടേ? പ്ലാറ്റോറിയം പോകണമെന്ന് ആഗ്രഹമുണ്ട്. വേറെ ഒന്നുമില്ല, ഇവർക്ക് വേണ്ടിയിട്ടാണ്. അവിടെ പോയി കുറച്ച് ഐഡിയ കിട്ടും സയൻസിനെ പറ്റിയൊക്കെ. അത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, കൊണ്ട് കാണിച്ചു കൊടുക്കണം. ഇതുപോലത്തെ സ്ഥലത്തേക്ക് കൊണ്ട് ഫിസിക്സ്, റോക്കറ്റ് സയൻസ് ഒക്കെയാണ് മെയിനായിട്ട് അവിടെ കാണിക്കുന്നത് അവിടെ പ്ലാറ്റോറിയത്തിനകത്ത്. ഒന്ന് അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഐഡിയ കിട്ടും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കാണാനായിട്ട്. അപ്പൊ എനിക്കും ഇവർക്ക് വേണ്ടി പോകാനായിട്ട് നീ പറഞ്ഞില്ല ബോറടിക്കണം. ഓക്കെ, നമുക്ക് പോയിട്ട് നാളെ ഈ ആഴ്ച നാളെ ഫ്രീ ആകാൻ പോവാം. ഓക്കെ, ഡാൻസിന്റെ വീഡിയോ ഉണ്ടല്ലോ, ആ സമയത്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ സാധനം ഉണ്ടായിരുന്നു. ഭൂമി ഗ്ലോബ്. ഓക്കെ, പ്ലാറ്റോറിയത്ത് അങ്ങനെയല്ല, ഇഷ്ടംപോലെ സാധനമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നല്ല നമുക്ക് ഒരു ഐഡിയ കിട്ടും. ആ കൊച്ചിലും കൊണ്ടുപോയി. അന്ന് നീ പൊടിയല്ലേ, അന്ന് നിനക്ക് അത്രയുള്ള ബുദ്ധി ഇല്ല. ഇന്ന് നല്ല ബുദ്ധി ഉണ്ടല്ലോ, നല്ല വായു ഉണ്ട് ആവശ്യത്തിന്. അങ്ങനെ പറയോ ഒരേ ചില ചില സമയത്ത് ദേഷ്യം വരുത്തിയും പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. നമുക്കെന്ത് അത് കേൾക്കോളം മനസ്സ് വരില്ല ആ സമയത്തല്ലേ നമ്മളെന്തെങ്കിലും ജോലി ചെയ്തിരിക്കണത്. കൊള്ളാം, ശരി, പോട്ടാ. സംസാരിച്ചോ? ഇപ്പൊ സംസാരിക്കും നല്ല പോലെ. ഓക്കെ, ചായ കുടിച്ചേ പോ. അപ്പൊ ഡയലോഗ് പറ. ഞാൻ പറയട്ടെ, നീ പറഞ്ഞ മറ്റേ ഡയലോഗ്, പുതിയ ഡയലോഗ്. അപ്പൊ പോകുന്ന അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും കുറച്ച് സെന്റി അടിക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് മൂവ് ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹിൽ വ്യൂ ഹോംസ്, അക്സെപ്റ്റ്. എവിടെ? ഇവിടെ. ഓക്കെ, ബൈസൺ പോകാൻ റെഡിയാണല്ലോ? ഞാൻ റെഡിയാണ്. ഓക്കെ.
ഓക്കെ എല്ലാവർക്കും ബൈ സൈറ്റ് ടാറ്റ ബൈ ബൈ. സി ഫേസ് ഫോൺ ഹെഡ്ഫോൺ കുടിക്കാനുള്ള വെള്ളം മതി ഇത്ര തന്നെ ബാഗ് ഉണ്ടല്ലോ. ഓക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഐശ്വര്യമായിട്ട് ഇറങ്ങി ഇതാപ്പിക്കൊണ്ടിരിക്കുക. നമ്മൾ നേരെ പോകുന്ന സ്ഥലം എന്താണ് പൂജപ്പുര പാലസ് വ്യൂ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമുണ്ട്. സൊമാറ്റോ വിളി വന്നു താങ്കൾ പുറപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇൻസ്റ്റന്റ് കൊട്ടാക്കുമെന്ന് പറഞ്ഞോണ്ട് വെറുതെ ചുമ്മാ പേടിപ്പിക്കുന്ന ആവശ്യമില്ല. അത് വേറെ ഒന്നുമില്ല പോകുമ്പോഴത്തെ ബാത്റൂമിൽ പോകും പിന്നെ നേരെ ബാഗെല്ലാം പാക്ക് ചെയ്യണ്ടേ. ഒരു 2 മിനിറ്റ് ലേറ്റായി വിളി തുടങ്ങി. നമ്മളൊക്കെ ഒരു 1 മണിക്കൂർ റെസ്റ്റോറൻറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്നും പൈസ ഒന്നും എക്സ്ട്രാ തരുമില്ല. ഒരു മഴ വരുതേ മഴമേഘം പോലെ വരുതേ. സുധീഷ എന്ത് പറ്റി ഭയങ്കര ഹാപ്പി ആണല്ലോ ഇന്ന്. ചില സമയത്ത് ഹാപ്പി മൂഡായിരിക്കും, ചില സമയത്ത് ഡൗൺ ആയിരിക്കും. എന്ത് കാറെന്നാണ് ഇവിടെ ദാറ്റ് ഈസ് കാൾഡ് മൂഡ് സ്വിങ് അല്ലേ. പിന്നെ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ വിഷമാരി എത്ര തന്നെ. ഇന്ന് വലിയ സംഭവം നടന്നില്ല, ഇന്ന് ഫുൾ ഹാപ്പി ആയിരിക്കുന്നത്. ഇത് തന്നെ ഹെൽ വ്യൂ ഹോംസ് റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ. റെഡി ആയില്ല, ഞാൻ പറഞ്ഞില്ല അപ്പോഴേ. ഇവിടെ റെഡി ആവില്ല, നമ്മൾ ഓടി എത്തണം സമയത്തിന്. ശരി കുഴപ്പമില്ല. കാണാറുണ്ടോ വീഡിയോസൊക്കെ? വീഡിയോ കാണുമല്ലേ? താങ്ക് യു. ഇന്ന് വ്ളോഗുണ്ട്, കാണിച്ചേക്കാം. ഇവിടെ സ്വിഗ്ഗിയാ ജോലി ഇങ്ങനെ പോണ്? കുഴപ്പമില്ല. എവിടെ വീട്? എവിടെ? അവിടെ റെയിൽവേ ക്വാർട്ടേഴ്സ് മറ്റേ അവിടെ അൻവർ ഗാർഡൻസ് കണ്ട് പാർട്ട് ടൈം ആയിട്ട് ഓടുന്നത്. അപ്പോൾ വൈകിട്ട് മാത്രം ടൈം പാസ് അല്ലേ? അത്ര തന്നെ ചുമ്മാ വീട്ടിൽ നിന്ന് എന്ത് കിട്ടും? ഒരു എക്സ്പീരിയൻസ് ആവില്ല, ഇത് കസ്റ്റമർ എക്സ്പീരിയൻസ് ആവും. അതേ സമയത്ത് ഒരു റൂട്ട് പഠിച്ച പോലെ ആവും. ഓക്കെ അപ്പം എല്ലാ പേജ് പറ അത്ര തന്നെ. ഓക്കെ പോയിട്ട് വേട്ടാ സമയം. ഓക്കെ റെഡിയായി. നമുക്ക് റെഡി ആയില്ലല്ലോ. ശരി വാ വെയിറ്റ് ചെയ്യാം, എന്ത് ചെയ്യാൻ പറ്റും. റെഡി വന്നിട്ടേ വന്ന് പാപ്പ എടുക്കാം. റെഡിമേകം പോലെ വെറുതെ. ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ വന്നില്ലേ സൂപ്പറായിട്ട്, കൊള്ളാലോ സംഭവം. പൊളി കേട്ടാ പൂജപ്പുരയിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് അത്. പക്ഷേ മെയിൻ റോഡാണെങ്കിൽ സൂപ്പറായിട്ട്, അകത്താണ്ട് പെട്ടെന്ന് അത് അറിയില്ല. 7611 ഇത് തന്നെ. ഓക്കെ താങ്ക് യു. ഓക്കെ ഓർഡർ പിക്ക്ഡ് ചിക്കൻ നൂഡിൽസ്. ഇന്നത്തെ വ്ളോഗിലുണ്ടല്ലോ, സ്റ്റാർ ആയില്ല, ഫേമസ് ആയില്ലേ. ഇവിടെ പേരെന്താണ്? ആഷിഖ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ആഷിഖാണ് ഹീറോ അല്ലേ? അത്രേ ഉള്ളത്. വീട്ടിലറിയാമല്ലേ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണത്. അത്ര ചില ആൾക്കാർ പറയാതെ വർക്ക് ചെയ്യും. ഇപ്പോൾ പ്രത്യേകം പറയും ബ്രോ മോൻ കാണിക്കില്ല ബ്രോ. ലൊക്കേഷൻ എവിടാ ഓർഡർ? പാളയത്തിൽ. കുഴപ്പമില്ല, നല്ല കാര്യം. അവിടെ അടിച്ച് കയറി പോകല്ലേ. എനിക്ക് ഇവിടെ പൂജപ്പര തന്നെ, ഇവിടെ അടുത്ത് തന്നെ കാണാനല്ലേ. ശരി ഓക്കെ ബ്രോ നടക്കട്ടെ, ബൈ സീ യു. ശരി എന്നാൽ ഓക്കെ സൂക്ഷിച്ച് പോകണം. ഇപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മുടവമോൾ ജംഗ്ഷനിലാണ് വരുന്നത്. അവിടെ ഒരു ഫ്ലാറ്റിലാണ്. ഇവിടെ കറക്റ്റ് 500 മീറ്റർ ദൂരം പോലും ഇല്ല, അടുത്ത് തന്നെ. എവിടെ കാണുന്ന ഫ്ലാറ്റാണ്. ഈ സൈഡിലായിട്ട് വണ്ടി ഒതുക്കിയിട്ട് പോയി ചോദിക്കാം. ഒരു ഓർഡർ ഉണ്ട് സൊമാറ്റോ, കൊണ്ടുപോകണോ? എഴുതിയിട്ട് കൊണ്ടുപോകണോ? ഓക്കെ ഫിലിം വിളിച്ചിട്ടാ. യൂട്യൂബർ KLTN. അതെ കാണാറുണ്ടാ? കൈയോട് ഷോർട്സ് കാണാം. എല്ലാം കാണണം എങ്കിൽ നമുക്ക് വല്ല വരവുള്ളൂ. ഇന്ന് വീഡിയോ ഉണ്ട്. ഞാൻ ചെറിയൊരു യൂട്യൂബറാണ് ട്രിവാൻഡ്രത്ത്. KLTN സുധീഷ്. KLTN മറന്നുപോയ പേര്. ഷോർട്സ് കാണുമല്ലേ? അങ്ങനെ ഓക്കെ. ഇത് എൻ്റെ ക്യാമറ, ഞാൻ തന്നെ. പേര് നോക്കിയതാണ് കണ്ടുപിടിക്കണം. യൂട്യൂബ് അല്ലേ? കൊള്ളാം തന്നെ. അത് തന്നെ സുധീഷ് KLTN സുധീഷ്. ഫോട്ടോ ഇതാണ്. സ്റ്റൈലാക്കുന്നു കാണുന്നില്ലേ? ഓക്കെ വണ്ടി പറഞ്ഞ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും വരും. ഓക്കെ ഒരു ഹായ് പറയലാം ചേർ, ഒന്നിച്ച് പറ. ഹായ്. ശരി ഓക്കെ കാണണേ മറക്കാതെ. ചെറിയ ഷോർട്സ് അല്ല, ലോങ് വീഡിയോയിലാണ്. ലോങ് വീഡിയോയിൽ വരും, ഷോർട്സിലും വരും. ഷോർട്സ് പതുക്കെ വരുള്ളൂ, ലോങ് ഫസ്റ്റ് പറഞ്ഞത്. ഒരു 1/2 മണിക്കൂർ വീഡിയോ ആയിരിക്കും, ഇരുന്ന് പയ്യെ കണ്ടാൽ മതി. ഓക്കെ ശരി, ഞാൻ പോയിട്ടേ, ഫുഡ് ലേറ്റായി പ്രശ്നമാവും. കേട്ടില്ല? ഓക്കെ താങ്ക് യു. എല്ലാം അടിച്ച് ക്ലിക്ക് ചെയ്ത് തരാം, ഒന്നും മിസ് ചെയ്യണ്ട. ബെല്ലൈക്കോണ്. എന്താ പറഞ്ഞ സിനിമ ആണാ? രതീഷ് ചേട്ടാ ഞാൻ കണ്ടുണ്ട്. ഞാൻ പുള്ളിക്ക് അവിടെ ഇവിടെ പോയി പൂജപ്പുര വരും. അവിടെ സാധനം വാങ്ങാനൊക്കെ. ആ സമയത്ത് കാണാറുണ്ട് പുള്ളിയെ. മിണ്ടിയിട്ടില്ല, കാണും അത്ര. പുള്ളി ഇവിടെ താമസിക്കണല്ലേ? രതീഷിൻ്റെ മോനല്ലേ? ശരി തന്നെ ചേട്ടാ. ഓക്കെ അപ്പോൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 20 രൂപയാണ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് അസീസ് റെസ്റ്റോറൻറ്റ് പൂജപ്പുരയിൽ. ഇവിടുന്ന് കറക്റ്റ് ഒരു 500 മീറ്റർ ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സിനിമാ നടൻ രതീഷ് സാറിൻ്റെ മോനെ കണ്ടൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ മിണ്ടാൻ പറ്റിയില്ല, കാരണം പുറത്തിറങ്ങി വന്നാൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അവരെ ഫ്ലാറ്റിനകത്ത് പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ചുമ്മാ കയറി ഇങ്ങനെ മിണ്ടാൻ പറ്റില്ല അകത്ത് കയറിയിട്ട്. അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചു, സിനിമയിലുള്ള ആളെല്ലാം ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ഹായ് പറഞ്ഞു. അത്ര തന്നെ. ഓക്കെ എന്തായാലും പിന്നെ ഒരു സാവട്ടെ നല്ലപോലെ ഒന്ന് മിണ്ടാം. ആ സമയത്ത് നമുക്ക് നല്ലൊരു സിറ്റുവേഷൻ കൈവാക്കി കിട്ടും. ഓക്കെ റീച്ച് ലൊക്കേഷൻ അസീസ് റെസ്റ്റോറൻറ്റ്. സംഭവം റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. ഓക്കെ വന്ന് 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് റെഡി വന്നില്ല. അപ്പോൾ ചോദിച്ചു നോക്കാം. ചിലപ്പോൾ തിരക്കായിരിക്കും, പറയാൻ പറ്റില്ല, റെഡിയായി കാണില്ല. 8206 വ്ളോഗ്. അയ്യോ യൂട്യൂബറാണ്. ഓക്കെ റെഡി ആയിട്ടുണ്ട്. 8206 കുബൂസ് ഷവർമ പേക്കഡ്. സാറിന് ഇത്രയും ലേറ്റ് ആവില്ല അസീസ് വന്നു കഴിഞ്ഞാൽ. ഇന്ന് കുറച്ച് ലേറ്റായി. ശരി കുഴപ്പമില്ല, എന്തായാലും ഓർഡർ കിട്ടിയല്ലോ. പോന്നാ കമോൺ എന്നാൽ വെയിറ്റ് ചെയ്യണം. 1 മിനിറ്റ് അന്ന് വെയിറ്റ് ചെയ്യണം. അന്ന് കയറി പൊയ്ക്കോട്ടെ. അവിടെ നിന്നൊക്കെ വണ്ടി പറഞ്ഞു അത്രേ ഉള്ളൂ.
മാക്സിമം ഓർഡർ എടുത്താൽ ഇൻസെൻറ്റീവ് അടിക്കുള്ളൂ. ഇൻസെൻറ്റീവ് 2 റേറ്റ് ഉണ്ട്. ഒന്ന് വന്നിട്ട് നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞത് 17 ഓർഡറിന്, അതായത് രാവിലെ തൊട്ട് രാത്രി വരെ ഓടുന്ന 17 ഓർഡറിന് 204 ഇൻസെൻറ്റീവ്. 22 ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ 357 ഇൻസെൻറ്റീവ്. ഇതാണ് ഇത് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന എടുക്കാം. ഉച്ചയ്ക്ക് ഓടിയ മൊത്തം ഓർഡർ എന്ന് പറഞ്ഞാൽ 7 ഓർഡറാണ്. അപ്പോൾ ഇനി നമുക്ക് എത്ര ഓർഡർ എടുക്കണം ഇൻസെൻറ്റീവ് അടിക്കാൻ? 22 ഓർഡറിന് നടക്കൂലല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ശരി, ഇപ്പോൾ നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പോകുന്ന അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെള്ളയാണ്, യൂക്കോടാണ്. ഇവിടെ കറക്റ്റ് 9 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:30 മണി ആവാറായി. അപ്പോൾ ഇന്നൊരു ഹൊറർ സ്റ്റോറി ഉണ്ട്. ഹൊറർ ഫാൻസിന് വേണ്ടി മാത്രമാണ് ഇത് പറയാൻ പോകുന്നത്. പറയണ്ടേ? ഒരു സ്റ്റോറി കെട്ടി കേട്ടോ. നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചിരുന്ന സ്റ്റോറിയാണ്. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു. ഒരു ചെറിയ സ്റ്റോറി എത്ര തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സ്റ്റോറി നമ്മൾ കേട്ട് പറയുമ്പോൾ അതിലൊരു പകുതി ഭാഗം നമ്മൾ വിഴുങ്ങിക്കളയും. നമ്മൾ പറയും വേറെ സ്റ്റൈലിട്ട് മാറും. അപ്പോൾ ആ പുള്ളിക്കാരൻ കാണുമല്ലേ, ഞാൻ പറഞ്ഞ സ്റ്റോറി ഇങ്ങനെയല്ലോ ബ്രോ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അഭിഷേക് ബ്രോ, അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റോറിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. അപ്പോൾ പുള്ളിയുടെ പേര് അഭിഷേകാണ്, ഫ്രം ബാംഗ്ലൂരാണ്. ഓക്കെ, അപ്പോൾ ഹൊറർ സ്റ്റോറി പറഞ്ഞല്ലോ. അപ്പോൾ ആ BGM ഇട്. അപ്പോൾ ഈ സംഭവം നടക്കുന്ന വർഷം എന്ന് പറയുന്നത് 2016 കറക്റ്റ്. ഈ പുള്ളിക്കാരൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്ന സംഭവമാണ്. അപ്പോൾ അഭിഷേക് ആൻഡ് ഫാമിലി താമസിക്കുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കുടുംബ വീട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പാലക്കാടിലാണ്. അപ്പൂപ്പൻ്റെ അമ്മൂർ വീടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 2016 വെക്കേഷൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഫാമിലി ആയിട്ട് തൻ്റെ കുടുംബ വീട്ടിലായ പാലക്കാട് വന്നിട്ടുണ്ട് എല്ലാവരും ചേർന്ന്. അപ്പോൾ ആ ദിവസം നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ എല്ലാവരും സൂപ്പറായിട്ട്. അതുമാത്രമല്ല, പിറ്റേ ദിവസം രാവിലെ ഗുരുവായൂർ പോകാമെന്ന് പ്ലാനിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, കഥ പിന്നെ പറയാം. ഇവിടെ അല്ലേ? ഓക്കെ 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 ശരി. ഓക്കെ, പോകാം. 2ാമത്തെ ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, പോകാം. അപ്പോൾ ബാക്കി കഥ പറയണ്ടേ? അപ്പോൾ അങ്ങനെ എല്ലാവരും കിടന്ന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 5 മണിയായപ്പോൾ അഭിഷേക് ഉറക്കം കഴിച്ചായിരുന്നു. സാറിന് അഭിഷേകിന് ഉറക്കം കഴിക്കാൻ ആളല്ല. കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പതുക്കെ കഴിക്കുള്ളൂ. അതും ആരെങ്കിലും എഴുപ്പിച്ചായിരിക്കുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഉറക്കം കഴിച്ചപ്പോൾ പുള്ളിക്കാരൻ ഉറങ്ങാനുള്ള മൂഡ് പോയി. അപ്പോൾ അഭിഷേകും പാരൻസ് സ്റ്റേ ചെയ്ത് അപ്സ്റ്റെയറിലാണ്, ഡൗൺ സ്റ്റെയറിലാണ് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും അഭിഷേക് ഉറക്കം കഴിച്ച് നേരെ ഡൗൺ സ്റ്റെയറിൽ പോയായിരുന്നു. ഡൗൺ സ്റ്റെയറിൽ അപ്പൂപ്പൻ്റെ അമ്മൂരും മുറിയിലോട്ട് പോയി. അവിടെ പോയപ്പോൾ നല്ല ഉറക്കാവും രണ്ടുപേരും. സാറിന് ഇതുപോലെ അഭിഷേക് പോകാൻ നേരത്തെ ഉടനെ തന്നെ അപ്പൂപ്പനും അമ്മൂമ്മ എഴുതിക്കും. അന്ന് എഴുച്ചില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നേരെ കിച്ചണിൽ പോയി ബാൽക്കണിയിൽ പോയി ടെറസിലൊക്കെ പോയി കറങ്ങിയിട്ട് വന്ന് ശരി എന്തായാലും സമയം ഇനി കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞ് അപ്സ്റ്റെയറിൽ കയറാൻ നേരത്ത് ഒരു സംഭവം നടന്നായിരുന്നു. അതാണ് ഇപ്പം പറയാൻ പോകുന്നത്. എല്ലാവരും സൂക്ഷിച്ചിരുന്നോ, പേടിയുള്ള സംഭവമാണ്. അപ്പോൾ ഈ സ്റ്റെയറിൽ കയറുന്ന സൈഡിലാണ് ഡ്രോയിങ് റൂം പറഞ്ഞത്. അവിടെയാണ് ഫുൾ ഇരുട്ട്. അവിടെ മാത്രമല്ല, വീട് മൊത്തം ഒരു ചെറിയ ഇരുട്ടുണ്ട്. കാരണം എല്ലാം ഉറക്കമില്ല, ആരും എഴുച്ചില്ല. അപ്പോൾ ഇരുട്ട് കണ്ടപ്പോൾ പുള്ളിക്കാരൻ്റെ ഭയങ്കര പേടിയായിപ്പോയി. എന്തോ ഒരു സംഭവം വരും പോലെ പുള്ളിക്ക് തോന്നി. ഒരു നെഗറ്റീവ് ഫീൽ മൊത്തത്തിൽ. ഒരു മിനിറ്റ്, ഈ ഓർഡർ എടുത്തിട്ട് ബാക്കി പറയാം. ഓക്കെ ബ്രോ, ഒരു ഹായ് പറ. നേരത്തെ ക്യാമറ ഓൺ ആയില്ലായിരുന്നു. നേരത്തെ ഓൺ ആക്കിയപ്പോൾ റെക്കോർഡ് ആയില്ല. കുറച്ചല്ലോ വരും. പിന്നെ ബ്രോയുടെ പേര് പറഞ്ഞല്ലോ? കൃഷ്ണനുണ്ണി. ഇപ്പോൾ ഓർമ്മ വന്നു, കൃഷ്ണനുണ്ണി. ഓക്കെ ഓക്കെ ശരി. ഓക്കെ ബ്രോ. ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞ ദിവസം ഓരോ ആളുകൾ കാണാനില്ലേ, മൈൻഡിൽ സ്റ്റോർ ആവുന്നില്ല. ഓക്കെ, റെഡി ആയിട്ടില്ല കേട്ടോ. പക്ഷേ എന്തോ റെഡി ബാബാ. നമ്മളിപ്പോൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യില്ല. കാരണം ഈ ഹെൽമെറ്റിനകത്ത് ഹെഡ്ഫോൺ വയ്ക്കുമ്പോഴേ ഭയങ്കര ചെവി ആയിരിക്കുന്നത്. അതുകൊണ്ട് അറിയാൻ പറ്റില്ല സൗണ്ട് കഴിയുമ്പോൾ. സൂം വന്ന് 1655 സ്റ്റൈൽ വേണം അത്രയ്ക്ക്. കിടക്കട്ടല്ലേ. ഓക്കെ, ചിക്കൻ നൂഡിൽസ് പിക്ഡ്. ഓക്കെ, പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കാരക്കാമുണ്ട്. അവിടെ നിന്ന് കറക്റ്റ് 1.6 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ കഥയുടെ ബാക്കി പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു കഥ പറയാം. ഈ നമ്മൾ കഥ പറഞ്ഞ് കുറേ ദിവസമായില്ലേ, അപ്പോൾ ആ ഒരു ഫ്ലോ വിട്ടുപോയി എങ്ങനെ പറയണം എന്നുള്ളത്. എന്നാലും പറയാം. അപ്പോൾ അഭിഷേക് അങ്ങനെ ഡ്രോയിങ് റൂമിൽ ഇരുട്ട് കണ്ട് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പടി കയറിക്കൊണ്ട് നല്ല പേടിച്ച് കേട്ടോ പുള്ളിക്കാരൻ. നേരെ പടി കയറി തൻ്റെ മുറിയിലെത്തിയിട്ട് സേഫ് ആണെന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഇനി വേറെ വിഷയമില്ല, നമ്മളെ ബാക്കിൽ ആരും ഇല്ലെന്ന് പറഞ്ഞ് പതുക്കെ തിരിഞ്ഞ് നോക്കിയതും ഒരു കറുത്ത രൂപം. അതിന് കയ്യുമില്ല, കാലുമില്ല, മുഖവുമില്ല. രൂപം ഇങ്ങനെ നിൽക്കണം നടുക്കായിട്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ ആ പാടെ പേടിച്ച് കീടുങ്ങി. ആ സമയത്ത് പുള്ളിക്കാരൻ്റെ അച്ഛൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നതും പുള്ളിക്കാരൻ്റെ അച്ഛനും കണ്ട്. പുള്ളിക്കാരൻ അച്ഛൻ കണ്ട് എന്താണ് സംഭവം മക്കളെ അത് എന്ന് ചോദിക്കുന്നു. അപ്പം അതൊന്ന് പറയാൻ വാക്ക് കിട്ടില്ല പുള്ളിക്കാരൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ കറുത്ത രൂപം അഭിഷേകിൻ്റെ അച്ഛനെ കണ്ടപ്പോഴേ അയ്യോ എന്ത് പറ്റി സുധീഷേ, വഴിയില്ലേ? മൈ ഗോഡ്, ഈ നെഗറ്റീവ് കാര്യമൊക്കെ പറയുമ്പോൾ ഇതാണല്ലേ എന്തെങ്കിലുമൊക്കെ സംഭവം ഇങ്ങനെ നടക്കും. അങ്ങോട്ട് വഴിയില്ലെന്ന് തോന്നുന്നത്. ഒരു മിനിറ്റ്, ഇത് വഴി ഇല്ലെങ്കിൽ വേറെ വഴി കാണുമ്പോൾ അതുവഴി പോകണോ? ഇതുപോലെ പേടിയുള്ള സംഭവങ്ങൾ പറയുമ്പോഴേ സൂക്ഷിക്കേണ്ട ഒരുപാട്. ഇതുവഴി കയറാൻ പറ്റുമോ സുധീഷേ? ബൈക്ക് അതുവഴി കയറാം. അപ്പോൾ ഇങ്ങനെ പോണ്ടല്ലേ, ഇതാണ് വഴി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കഥയുടെ ബാക്കി പറയാം. അപ്പോൾ ഈ ഒരു കറുത്ത രൂപം ഈ അഭിഷേകിൻ്റെ അച്ഛനെ കണ്ടപ്പോൾ പതുക്കെ ഒളിച്ചു തുടങ്ങി മതിലപ്പുറത്തായിട്ട്. എവിടെ? റൂമിൻ്റെ വെളിയിൽ പയ്യെ മതിലവിടെ ഒളിച്ച് നിൽക്കുന്നു. ഇതെന്തോന്ന് വഴി മാറിക്കൊണ്ടിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഒന്നല്ലെങ്കിൽ കഥ പറയണം അല്ലെങ്കിൽ വഴി നോക്കി വണ്ടി ഓടിക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ എന്തോ ലൂപ്പിലായി പോയിട്ടാ. ഇതാണ് നെഗറ്റീവ് സംഭവം പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് നടക്കും എന്തെങ്കിലുമൊക്കെ അല്ലേ. കുഴപ്പമില്ല സുധീഷേ, ധൈര്യമായിട്ട് മുന്നോട്ട് പോ. ഇതെവിടെ വഴി കാണിക്കണ്? ഇങ്ങോട്ട് വഴി ഉണ്ടാ? നമ്മളായിട്ട് കറക്കണം കേട്ടോ വഴിയിട്ട്. പെട്ടെന്ന് കഥ പറഞ്ഞ് ചെയ്യാൻ സമ്മതിക്കണം സുധീഷേ. ബൈക്കിൻ്റെ ബാക്കിൽ വല്ല ഉണ്ടാ നോക്ക്. വല്ല പ്രാഥമഭൂതമായി ഡൗട്ടായിരിക്കണം. വന്ന വഴി തിരിച്ചു പോ. എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞെത്തി ചേട്ടാ എൻ്റെ അമ്മോ. ഈ വഴിയാണ് മാപ്പ് കാണിക്കുന്നത്. ഇപ്പം മനസ്സിലായി ചേട്ടാ. നമ്മൾ ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്തപ്പോൾ കിട്ടിയ പണി കണ്ടാ. കനാല് പോണില്ലേ? അതാണ്ട് നോക്ക്.
ഇത് വഴി ഇപ്പോൾ പഴയ വഴിയില്ല, മനസ്സിലായ? ഈ വഴി കയറിയ പണിയാണ്. അതാ അവിടെ നിന്ന് അത് ആ റൂട്ട് പിടിച്ച് വരണം. അവിടെ നിന്ന് അവിടെ ഫുള്ള് ചെറിയ വഴി, അവിടെ നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ, വണ്ടിയൊന്നും പോകില്ല. അപ്പോൾ അതാണ് മാപ്പ് കാണിച്ചത്. ഇപ്പോൾ ഇതുവഴി കാണിക്കുകയാണ്. കൊണ്ട് കയറാമോ? കയറി നോക്കാം. അവിടെ പോയിട്ട് വണ്ടി നിൽക്കുമോ? അങ്ങോട്ട് വഴിയുണ്ടോ? അങ്ങോട്ട് പോകല്ലേ? ഓക്കെ വഴിയെ കൊണ്ടുവന്ന് പോവാം. കഥയുടെ ബാക്കി പറഞ്ഞു. എനിക്ക് കഥ പറയാൻ സമയമില്ല, അത്യം പറയല്ലോ. അത്ര തന്നെ. അഭിഷേകിൻ്റെ അച്ഛൻ എത്തി നോക്കിയ സമയത്ത് ആ കറുത്ത രൂപത്തിനെ ഇരുട്ട് കാണാനില്ല. പിന്നെ ഈ കാര്യം തൻ്റെ അപ്പൂവിൻ്റെ അടുത്ത് പറയാനുള്ള ധൈര്യം ആർക്ക് ഇതിനോട് ഇല്ല. പുള്ളിക്കാരൻ വലിയ വിശ്വാസമില്ല ഇതിലോട്ടൊന്നും. പിന്നെ അതിനുശേഷം അങ്ങനെ വലിയ നെഗറ്റീവായിട്ട് ഫീലൊന്നും ഉണ്ടായില്ല. പിന്നെ എല്ലാ വർഷവും വെക്കേഷൻ വരും, വന്നിട്ട് പോകും, അത്ര തന്നെ. ഇപ്പോൾ അഭിഷേകിൻ്റെ അപ്പൂവിൻ്റെ അമ്മയും അഭിഷേകിൻ്റെ കൂടെ ബാംഗ്ലൂരിൽ താമസിക്കുകയാണ്. കുടുംബ വീട്ടിൽ ആരും ഇല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം വർഷത്തിനിടയ്ക്ക് ഉത്സവത്തിന് മാത്രം വീട്ടിൽ പോയി സ്റ്റേ ചെയ്യും ഒരാഴ്ചത്തേക്ക്. പിന്നെ വീട്ടിൽ പോകും ബാംഗ്ലൂരിൽ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ സൊമാറ്റോണേ. ഓക്കെ, ശരിയെന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 26.79 അപ്പോൾ അങ്ങനെ അഭിഷേക് ആൻഡ് ഫാമിലി ഇപ്പോൾ സേഫാണ്, വേറെ വിഷയമൊന്നുമില്ല. ഈ ഒരു സംഭവം നടന്ന ശേഷം പുള്ളിക്കാരൻ ചെറിയ പേടിയുണ്ട് വീട്ടിൽ പോകാനായിട്ട്, അത്ര തന്നെ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ദേവി ഹോട്ടൽ ആക്സെപ്റ്റ് കൊടു പാപ്പനം കൊടു. പിന്നെ ഒരു കാര്യം കേട്ടോ, നേരത്തെ പറഞ്ഞ സ്റ്റോറിൽ ഒരു കാര്യം വിട്ടുപോയി. അതായത് അഭിഷേകിൻ്റെ കുടുംബ വീട് പാലുകാച്ച സമയത്ത് പുള്ളിക്കാരൻ്റെ അപ്പൂപ്പിൻ്റെ ധോത്തി ഉണ്ടല്ലോ, ധോത്തി മുണ്ടാണല്ലേ, ആ മുണ്ടിൽ ഒരു തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ തീ എങ്ങനെ പിടിച്ചെന്ന് ആർക്കും വരെ ഇതുവരെ പിടിയില്ല. അത് വലിയ ഇഷ്യൂ ആയില്ല. തീ പിടിച്ചപ്പോൾ തന്നെ അണച്ചായിരുന്നു. പക്ഷേ ആ തീ എവിടെ നിന്ന് വന്ന് എങ്ങനെ പിടിച്ചെന്ന് ആർക്കും ഐഡിയ ഇല്ല. അതൊരു ചെറിയ നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ട് പുള്ളിക്കാരെ. അപ്പോൾ ഈ പ്രേതം ഉണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ പോകണില്ല. ഇത് ഓരോരുത്തർക്ക് ഓരോ അനുഭവം കാര്യങ്ങളാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസമുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. ഓക്കെ, കൂടുതൽ നമ്മൾ കിടന്ന് തലപ്പുണ്ണാക്കണ്ട ഇതിൻ്റെ അകത്തൊന്നും. പിന്നെ ഒരു കാര്യം, ഈ പ്രേതം ഭൂതമൊക്കെ കൂടുതൽ വിശ്വസിക്കാൻ പോകണ്ട, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും. കാരണം നമുക്ക് നല്ലതല്ല, അത് ജീവിക്കാൻ ഭയങ്കര പാടായിരിക്കും. അത്ര പേടി ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി സമയത്ത് ജോലിക്കാൻ പറ്റില്ല, വീട്ടിലിരിക്കേണ്ട തന്നെ. അതുകൊണ്ട് ഇതില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. മധുര മറി കൊഴുന്ത് വാസോ. ഓക്കെ, റെഡി ആയിട്ടുണ്ട് ഫുഡ്. ദേവി ഹോട്ടൽ ഇത് റെഡിയായേ. 779 പൊറോട്ട ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്. ഓക്കെ, 779 പൊറോട്ട ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്. സ്പീക്കഡ് നമ്മളിങ്ങനെ കുറച്ച് സംസാരിച്ച് വ്ളോഗ് ചെയ്യുമ്പോഴേ ആൾക്കാർ നമ്മൾ നോക്കിയാണ് കേട്ടോ. ഈ ചെറുങ്ങനെ വട്ടുണ്ടോ നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ അമ്മ എന്തോന്നത് വണ്ടി ആക്സിഡൻ്റ് ആയിട്ടോ. അവിടെ എപ്പോഴാണിത്? ഇന്ന് കാണും തോന്നുന്നത്. ഞാൻ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് വന്ന സമയത്ത് അവിടെ കുറച്ച് പീസ് കിടക്കാനുണ്ട്, ഇതാക്കിയോ വണ്ടിയുടെ ഇടിച്ച പീസുകളൊക്കെ. ഇവിടെ വന്ന് ക്രോസ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ബൈക്ക് കേട്ടോ ചപ്പി ചുളുങ്ങി. വേറെ വണ്ടിയായിട്ട് കൂട്ടിമുട്ടിയതാണോ അല്ല വണ്ടി ഒന്ന് ഡിവൈഡർ ഇടിച്ചാണ് അറിഞ്ഞൂടാ. ഏത് വണ്ടി ഇത്? യമഹയാണോ? യമഹ പോലെ ഇരിക്കണം കേട്ടോ നോക്കിയപ്പോൾ. പക്ഷെ എൻ്റെ അമ്മോ, വണ്ടി മൊത്തം പോയേട്ടാ. വണ്ടി വിഷയമില്ല, ഇപ്പോൾ ഇടിച്ച ആൾക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടല്ലോ. ഈ പറഞ്ഞില്ല, ഈ ഹൈവേ ഒക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഓരോ പ്രാവശ്യം റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും 10 വട്ടം നോക്കണം, ഇങ്ങോട്ട് റൈറ്റ് ലെഫ്റ്റ് നോക്കിയാണ് ക്രോസ് ചെയ്യേണ്ടത്. അത് കാണുമ്പോൾ ഒരുമാതിരിക്കും. അപ്പോൾ ആ വണ്ടി കംപ്ലീറ്റ് പോയിട്ടാ. അത് നീ നന്നാക്കി എടുക്കാൻ പാടാണ്. അത് നീ കൊടുത്തിട്ട് പുതിയ വണ്ടി വാങ്ങേണ്ട തന്നെ. ശരി, ഓക്കെ, നമുക്ക് പതുക്കെ നോക്കി. റോഡ് എപ്പോഴും ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിവിടെ നിൽക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് റൈറ്റ് സൈഡിലാണ്. ഓക്കെ, വണ്ടിയില്ല, കയറിക്കോ പയ്യ. നീ ലെഫ്റ്റ് സൈഡ് പോയി നോക്കണം. നോക്കിയിട്ട് അവിടെ നിന്ന് വണ്ടി പറഞ്ഞ സ്പീഡ് നോക്കണം. അവിടെ വണ്ടി പയ്യെ പറഞ്ഞാൽ കുഴപ്പമില്ല, സ്പീഡ് പറഞ്ഞെങ്കിൽ നമ്മളും ഇത്തിരി സ്പീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. ആ വരുന്ന വണ്ടിയുടെ സ്പീഡിന് കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ഇടിക്കാതെ മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് കയറി പയ്യെ ഇൻഡിക്കേറ്റർ ഈ വഴി ഇങ്ങനെ പോകാം. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം വണ്ടി ഓടിക്കാൻ വലിയ ഐഡിയ ഇല്ലായിരുന്നു, വണ്ടി ഓടിച്ച് തുടങ്ങിയ സമയത്തൊക്കെ. പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പിക്കപ്പായി. പിന്നെ ഏത് വണ്ടി കിട്ടിയാൽ നമ്മൾ ഓടിക്കും സൂപ്പറായിട്ട്. എത്ര തന്നെ വണ്ടി ഓടിക്കുന്നത് പറഞ്ഞാൽ ഇത്ര നിസ്സാര കേസല്ല. അതൊക്കെ ഒരുപാട് നമ്മൾ എക്സ്പീരിയൻസ് ആവണം. വണ്ടിയിൽ കൂടെ എപ്പോഴും നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം, എങ്കിലേ വണ്ടിയായിട്ട് നമ്മൾ നല്ല അറ്റാച്ച്മെൻറ്റ് ആവുള്ളൂ. റോഡുമായിട്ട് കുറേ ഐഡിയ കിട്ടുള്ളൂ ഇങ്ങനെ വണ്ടി ഓടിക്കുക എന്നുള്ളത്. എന്നിട്ടിപ്പോൾ ചില സമയത്ത് നമുക്ക് ചില സംഭവങ്ങൾ കൈവിട്ട് പോകണം, അത് വേറെ വിഷയം. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പെരുകാവാണ്. ഇവിടെ കറക്റ്റ് 7.5 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:45 മണിയായിട്ടുണ്ട്. ഓക്കെ, ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെയാണ് പറഞ്ഞത്. ഇവിടെ വലിയാണല്ലേ, സൂപ്പറായി കേട്ടോ. അതെ, എവിടെയാണോ? ഓക്കെ, ശരി, ഓക്കെ, പോകുന്ന. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 83.71 അപ്പോൾ അടുത്ത നേരം എങ്ങോട്ട് പോകാൻ? തിരുമല ജംഗ്ഷൻ നിൽക്കാം. ഓക്കെ, കമാൺ കൊയ്ക്ക് അത്രേ ഉള്ളൂ. ഇത് എന്ത് എനർജി കുറഞ്ഞാ ഈ കഥ പറഞ്ഞപ്പോഴേ. ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചാലോ? വിശക്കല്ലേ? ബാഗിനകത്ത് 2 പഴമുണ്ട്, വേണമെങ്കിൽ കഴിക്കാം കുറച്ച് പോയിട്ട്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ഹോട്ടൽ അസീസ് തിരുമല. അല്ല, വലിയ ഓർഡർ കേട്ടോ. അത് വലിയ ഓർഡർ എടുക്കുന്ന വിഷയമില്ല സുധീഷ, ഇൻസെൻറ്റീവ് കിട്ടുമല്ലോ. ഇപ്പോൾ 11 ഓർഡർ ആയപ്പോഴായുള്ളൂ, ഇനി 6 ഓർഡർ ബാക്കി എടുക്കാനുണ്ട്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത്. 3207. ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ടല്ലോ സുധീഷ്, ഒരു 5-6 കിലോ വെയിറ്റ് തോന്നും. ചിക്കൻ കിഴി ബിരിയാണി 3 പിക്കഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെള്ളക്കടവാണ്. ഇവിടെ കറക്റ്റ് 7.4 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ഓർഡർ കൊടുത്ത് തിരിച്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെ പോയാലും 9:30 മണിയാവും. ബാക്കിയുള്ള അരമണിക്കൂറിൽ എത്ര ഓർഡർ എടുക്കാൻ പറ്റും? എന്തായാലും ഇനി ഓടിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് സൊമാറ്റോ അറിഞ്ഞ് ഓർഡർ തരണം. ഒരു 14 ഓർഡർ 13 ഓർഡർ ആക്കണമായിരുന്നു. 17 ഓർഡർ വെച്ച് എങ്ങനെ എടുക്കാൻ പറ്റും? മനസ്സിലാവുള്ളൂ എനിക്ക്. ചെറിയ ഓർഡറാണ്, ടക്കനെ എടുക്കാമായിരുന്നു. ഇതിപ്പോൾ ഇത്രയും ലോങ് ഓർഡർ ആകുമ്പോൾ നമുക്കത് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പാടാണ്. ഇവിടുത്തെ ഗോൽ ഉത്സവമോ അടിപൊളിയാക്കണമല്ലോ. വാ, ശിവലിംഗം കണ്ട നല്ല ഐശ്വര്യമാക്കണം അല്ലേ? യാത് ഗോൽ ഇവിടെ
ശ്രീ ആയിരവല്ലി തബ്ര ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും കൊള്ളാം, നല്ല വൈബായിരിക്കും. ലൊക്കേഷൻ സൂപ്പർ അല്ലേ? ഇവിടെയൊക്കെ വല്ലപ്പോഴും ഓർഡർ അടിക്കുന്നത്. ഓക്കെ, നമ്മൾ ആൾമോസ്റ്റ് ലൊക്കേഷൻ എത്താറായി. ഇവിടുന്ന് ഈ വെള്ളക്കടവ് പാലം കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റിലാണ് കാണിക്കുന്നത് മാപ്പിലോട്ട്. ഇതാണ് വെള്ളക്കടവ് പാലം. അതേ ഹൊറർ സ്റ്റോറി പറഞ്ഞ് ഹൊറർ വൈബിൾ നിൽക്കുകയാണ്. ഇവിടെ നിർത്തണോ? ഇവിടെ താഴെ 6 കാണപ്പെടണ ഫുൾ ലൈറ്റായിരുന്നു. ചോദിച്ചാൽ വണ്ടിയുടെ ബാക്കി നേരെ തള്ളിവിടും. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഇവിടെയാണോ? ഇവിടെ അല്ല, ഇവിടെ അപ്പുറത്തായിരിക്കും. തൊള്ള പട്ടി നിൽക്കടേ, ഓട്ടിക്കാൻ എന്തോ അന്നാ എന്നെ ഓട്ടിക്കല്. ഞാൻ പാവമാണ്. കുഴപ്പമില്ല, പാവം തന്നെ. നീയും പാവം, ഞാനും പാവം. ഇത് എങ്ങോട്ട് പോണത്? അത് കാട് ഒന്നാതെ പേടിച്ച് നിൽക്കുകയാണ്. ഉള്ള കരിമ്പൂച്ച. ആറ്റിൻ്റെ കരയിലാണ് വീട് പറഞ്ഞത്. ഇവിടെ വല്ലതും ഉണ്ടാ? ഈ രാത്രി സമയത്തൊന്നും പ്രായത്തെ കഥ പറയാൻ പാടില്ലല്ലേ? ആവശ്യമില്ലാതെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കും. എനിക്ക് വലിയ പേടിയൊന്നുമില്ല, പിന്നെ അവറ്റുള്ള ഇഷ്ടമില്ല അത്ര തന്നെ. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ്. സൊമാറ്റോ ആണേ. ഓക്കെ, ശരി. പയ്യ വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 79 രൂപ 80 പൈസയാണ്. അല്ല 30 പൈസ, സോറി പറഞ്ഞ് മാറിപ്പോയി. ഓക്കെ, ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ? ഇപ്പം നിങ്ങളുടെ സ്ഥലം വെള്ളക്കടവായതുകൊണ്ട് നേരെ ശാസ്ത്രമംഗലം പോകാം. ഇവിടുന്ന് 5-6 കിലോമീറ്റർ ദൂരമുണ്ട്, ലോങ് ആണ്. നേരെ വീട്ടിൽ പോകാൻ ചോദിച്ചാൽ മതി. 9:30 മണിയായി. ഇനി ഓടിയിട്ട് കാര്യമില്ല, ലിസ്റ്റിൽ അടിക്കും എന്തായാലും. ചുമ്മാ കിടന്ന് ഓർഡറിന് ആവശ്യമില്ല, നടന്നു വേസ്റ്റ്. ഒന്നാമത്തെ കഴുത്ത് വേണം സഹിക്കാൻ പാടില്ല. ഹെൽമെറ്റ് വെച്ചാണ് തോന്നണ്ടാ. ഇന്നലെ അവരെ കഴുത്ത് വേണം ഇത്തിരി കൂടുതലായിരുന്നു. രാവിലെ തൈലൊക്കെ ഇട്ട് നല്ലപോലെ ചൂടുവെള്ളത്തിൽ കുളിച്ചപ്പോൾ ഇപ്പോൾ ശരിയായി, കുഴപ്പമില്ല. അതുകൊണ്ട് കിടന്ന് കൂടുതൽ മുഷിയാൻ വയ്യ. എനിക്ക് എൻ്റെ ദേഹം നോക്കണം. ഉള്ള ഇൻസെൻറ്റീവ് മതി. എത്ര അടിച്ച് ഇൻസെൻറ്റീവ്? ഒരു 100 അടിച്ച് കാണാം, അത്ര തന്നെ. ഓക്കെ, നമ്മ വീട്ടിലേക്ക് വന്നാച്ചു. അടുക്കള പോവാം. ഇന്ന് കാപ്പി തോന്നും. ദോശയും മുളക് പൊടി. എവിടെ? ദോശയും മുളക് പൊടിയും. സൂപ്പർ. നീ കഴിച്ചാ? എത്ര കഴിച്ചു? 5 ദോശ. നീ എത്ര കഴിച്ചു? ഞാൻ എത്ര കഴിക്കണം? ഷൂട്ടി ഞാൻ ഡയറ്റിലാണ്. ഇപ്പൊ സിനിമ സ്റ്റാറായി. ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചപ്പോഴേ ഈ ഒരു അല്ലേ ഷോ വലിയ സിനിമയൊക്കെ അഭിനയിച്ചാ ഉദ്ദേശിച്ച് താഴെ നമ്മൾ നിൽക്കോ അല്ലേ? എന്താണ് ഞാൻ സിനിമ സ്റ്റാർ ആയിക്കാണ്. ഡയറ്റിലാണ്. ഞാൻ പഴയ പോലെ എനിക്ക് വെട്ടി ഒടുങ്ങാൻ പറ്റില്ല. എൻ്റെ ബോഡി വന്നിട്ട് നല്ല ഫിറ്റ് ആയിരിക്കണം, ലുക്ക് ആയിരിക്കണം. അപ്പൊ അതെന്ത് ചെയ്യണം? 100 ദോശ. അപ്പൊ ഞാൻ സാധാരണ 7 കഴിക്കും, തട്ടി വിടും ഈസി ആയിട്ട്. ഇപ്രാവശ്യം ഒരു മാക്സിമം 5-4 ഒതുക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല. കാരണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിച്ചുകൊണ്ട് പറയാതെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്നില്ല. വയ്യപ്പോഴേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഗെയിമാ? എന്ത് ഗെയിം കളിക്കാൻ നമ്മളത്? ഞാൻ അമ്മയാണോ അമ്മ അപ്പയാണോ? അതാ ഗെയിം. അതെന്ത് ഗെയിം? അതൊക്കെ ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് വണ്ടി ഓടിക്കാറുണ്ടോ? എനിക്കാണെങ്കിൽ പാചകമൊന്നും വലിയ പിടിയില്ല. അപ്പൊ രണ്ടുപേരും മാറ്റി ജോലി ചെയ്താൽ പണിയായിപ്പോ. മനസ്സിലായാ? നീ മര്യാദയ്ക്ക് അത് പഠി. 3-4 ദിവസം ലീവ് വരുന്ന എനിക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. അപ്പൊ ഇത് ഏതാണ് വീക്ക് സബ്ജക്ട്? അതെടുത്ത് പഠിക്കണമല്ലോ. പോലെ വേണേ ഹിന്ദി പാടാണ്. അപ്പൊ അത് പഠി വീട്ടിൽ നല്ല പോലെ. ഓക്കെ, കൈ കഴിക്കുന്നു. ഞാൻ ഇപ്പൊ ഹിന്ദി ചെയ്യണം. അങ്ങനെയാണോ? അല്ല അള്ളി പിടിച്ചിരുന്നോ? ശരി, കഴിക്കട്ടെ. പക്ഷേ ബോഡി യാതൊന്നുമില്ല. എന്തെങ്കിലും കയറണം. ഷോയാ? എന്തോ ഷോ ആണെങ്കിലോ? ഇപ്പൊ സിനിമയിൽ ഇനി ബാക്കി സീൻ എടുക്കാറുണ്ട്. അപ്പൊ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ ഹീറോയിന്റെ കൂടെ ടൂർ പോണ സീനാണ്. മനസ്സിലായി? എനിക്കൊരു വൈഫുണ്ട് ആ പടത്തില്. വൈഫും മോളും ഉണ്ട്. സീരിയസ് ആയിട്ട് ഇപ്പൊ വിളിച്ച് പറഞ്ഞ് ചേട്ടാ ഒരു സീൻ എടുക്കാറുണ്ട്. ചേട്ടനും ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയായിട്ട് മോളുമായിട്ട് ടൂർ പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഗോവയിലാണ് പോണത്. ഒരു ഗോവ എവിടെ നിന്ന് അറിയാമോ? അമേരിക്ക അറിയാമോ? അവിടെ ടൂർ പോകണം. അവിടെ പാസ്പോർട്ടില്ലല്ലോ. ഞങ്ങൾ പാസ്പോർട്ട് ഉണ്ട്. ഞങ്ങൾ ആദ്യം പോയിട്ട് വരാം. ഷൂട്ടിങ്ങിനെ കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകാം. ഓക്കെ, നീ സിനിമ കാണാം. പറയാൻ പറ്റും ഞാൻ എവിടെ പോകാനുള്ളത്. ഓക്കെ, എനിക്ക് വിഷമുണ്ട്. നീ ഇതിനെ പറിക്കാൻ പറ്റില്ല. കൊണ്ടുപോവാ. അമ്മയെ കൊണ്ടുപോകാം. ഞാനേ സത്യം പറഞ്ഞാൽ ഡയറ്റ് എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടിയില്ല. ഞാൻ ഹൈറ്റ് നോക്കിയപ്പോൾ ഹൈറ്റിനുള്ള വെയിറ്റ് എല്ലാം ഉള്ളത് കുറച്ച് കൂടുതലാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യണത്. ഞാൻ പണ്ട് കുറച്ചാണ്, പിന്നെ അറിയാതെ കൂടിപ്പോയി. നമ്മൾ കഴിച്ച് വരുമ്പോഴേ ആരും കൂട്ടി കഴിക്കാൻ ചില സമയത്തൊക്കെ. അപ്പോൾ അത് ശീലമായിപ്പോ ലാസ്റ്റ്. മെയിനായിട്ട് പ്രോട്ടീൻ എന്താണ് പ്രോട്ടീൻസ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ഈ 3 ഐറ്റമാണ് മസ്റ്റ്. ബാക്കിയുള്ളതൊക്കെ ലൈറ്റ് ടച്ച് ചെയ്യും. ഓക്കെ പറ. മുളക് പൊടി തിന്നാൻ പാടില്ല. ചില്ലി എന്ന് പറയുമ്പോൾ മുളകാണ്. മുളകെന്ന് പറയുമ്പോൾ ഈ ചില്ലിയാണ്, എരിവാണ്. അതായത് മുളക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചുപിള്ള കഴിക്കാൻ പാടില്ല കൂടുതൽ മുളക് പൊടിയൊന്നും. എരിയും ലാസ്റ്റ് 2 പാത്രം പോകുമ്പോ കുറച്ച് കഴിക്കാം. ദോശയ്ക്ക് അതുപോലെ തൊട്ട് അങ്ങനെ. ഇങ്ങനെ തിരിച്ചു മറച്ച് മുളകൊടിക്കാക്കിട്ട് തിന്നുമ്പോൾ നല്ല ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ? ഇങ്ങനെ
പിന്നെ ഞാൻ പപ്പടത്തിന്റെ കൂടെ അന്നൊരു ദിവസം സാമ്പാർ മുക്കി തിന്നു നോക്കി. നല്ല ടേസ്റ്റ്. അതിനേക്കാൾ സൂപ്പർ എന്ന് പറയുമ്പോ തട്ടുദോശ, രസവട, സാമ്പാർ, ചമ്മന്തി, പപ്പടം, ഒരു ഓംപ്ലേറ്റ് ഇതെല്ലാം ചേർന്ന് ഒന്നിച്ച് വച്ചിട്ട് എല്ലാം കറി മിക്സ് ആവും. എന്നിട്ട് അത് എല്ലാം കൂടെ ഒരു കോംബോ ആയിട്ട് അതിനകത്ത് കുഴഞ്ഞ് അതിങ്ങനെ ഉരുട്ടിയെടുത്ത് വായിക്കാത്ത വയ്ക്കണം. വച്ച് ചവച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് പപ്പടം വഴി കളി കടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞ് വേറെ ലെവലാണ്. കൊതിയാണ് പറയുമ്പോൾ തന്നെ. ഇതെന്തോന്നും വെറും ദോശ അവിടെ ഒന്നുമില്ല. ഓക്കെ, പ്രൊമോഷൻ ഉണ്ട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തു തരും. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കുക. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും ആണെങ്കിൽ നല്ലൊരു പാക്കേജിൽ അതും കുറഞ്ഞ റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് പോളിസി എടുക്കുന്ന മുതൽ ക്ലെയിം സെറ്റിൽമെന്റ് വരെ ഞങ്ങൾ സപ്പോർട്ട് എപ്പോഴും നിങ്ങളെ കൂടെ കാണും. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചാൽ മാത്രം മതി. വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാം. എല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ചെയ്തല്ലോ. പറ. നമ്മളെ വൈഷു പറയാൻ പോയാണ് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ. പറ മുതല് ലോറി വില കുറെ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ എല്ലാ നാട്ടുകാരനും ഫാമിലിക്കും നമ്മളെ ഫ്രണ്ട്സും എല്ലാവർക്കും ഇൻഷുറൻസ് കിട്ടും. സംഭവം കണ്ടല്ലോ, പറഞ്ഞല്ലോ. എനിക്ക് വേണ്ടി വേണ്ട പോട്ട്, അവർക്ക് വേണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇൻഷുറൻസ് അല്ലേ. ഇതൊക്കെ എൻ്റെ വർക്കിന്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ സൊമാറ്റോ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് വർക്കുണ്ട്, യൂട്യൂബറാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ മുടി വെട്ടിയാക്കോ. എന്താ പറയാമോ? പാനായിട്ട് ഒരു കാര്യം പറയട്ടാ. ഒരു കാര്യമുണ്ടേ. ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ആ കാര്യം പറയില്ല ലാസ്റ്റ് വരെയും. മുടി നിറച്ച് കളവനായി. ഓംപ്ലേറ്റ് ഇല്ലേ? ഓംപ്ലേറ്റ് നീ മുട്ട ഫേവററ്റ് ആണ്. ഞാൻ വാമോ, ഞാൻ ദോശ കഴിച്ചിട്ട് ഞാൻ നാളെ ഇടാമോ? മുട്ട ഇല്ലാത്ത വീട്ടിൽ ഞാൻ ആയിരിക്കൂല. രാത്രി ദോശ കഴിക്കുമ്പോ ഒരു മുട്ട ആംപ്ലേറ്റ് മസ്റ്റ് അല്ലേ? ഞാൻ അമേരിക്ക പോകും. എൻ്റെ കൂടെ എൻ്റെ ഹീറോയിനുണ്ട്. ഞാൻ അവിടെ പോയി താമസിക്കാൻ പോകും. സീരിയസ് ആയിട്ട് 1 മാസം അവിടെ ആയി. ഷൂട്ടിംഗ് ഉണ്ട്. എന്ത് സീരിയസ് ആയിട്ട്? അങ്ങനെ കുശുമ്പാണ്ടാവും. ഓക്കെ, എന്റെയാ വേറെ പറയാനില്ലോ. ഒരു കാര്യം പറയട്ടാ. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ പോണാൻ വേണ്ടേ? പറ. എന്തുകൊണ്ട്? നീ പറഞ്ഞ കുഴപ്പമില്ല. അപ്പൊ നീ വന്ന ഹീറോയിന് ഇരിക്കട്ടല്ലേ? ഹീറോയിൻ അടുത്തിരിക്കും. നീ നിന്നെ മാറിയിരിക്കാൻ പറയും. അപ്പൊ എന്ത് ചെയ്യും? നീ ഇല്ലല്ലേ? അപ്പൊ ഇനി അടുത്തിരിക്കണ്ടേ? വിഷുവിന് എന്റെ വയസ്സ് തന്നെ. ഒരു കാര്യം ചെയ്യാം, മറന്നുപോയെങ്കിലേ പുതിയ ബ്രെയിൻ വാങ്ങിച്ചു തരാം. അതെടുത്ത് പോയി പുതിയ ബ്രെയിൻ. ഇപ്പൊ ഷോർട്ട് ഫിലിമിന്റെ വർക്കെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി കംപ്ലീറ്റ് ആവാറായി. ഇനി ഒരു സീൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു സീൻ കൂടെ തീരാ ചെയ്യും. ഓക്കെ, ഉമ്മ വയ്ക്കാൻ പോവാ. ചിലപ്പം പറയാൻ പറ്റും. ഷൂട്ടിംഗ് ആയി അങ്ങനെയൊക്കെ ഉമ്മ വയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ഒരു ഉമ്മ കൊടുക്കേണ്ടി വരും. അതൊന്നും പറഞ്ഞ കാര്യമില്ല. സിനിമയിൽ നമ്മൾ അതൊരു കലയാണ്, അതൊരു തൊഴിലാണ്, ചോറാണ്. അപ്പോൾ നമ്മൾ അത് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ തൂക്കിയെടുക്കാൻ പറയും ഭാര്യയെ, അപ്പോൾ അത് സീൻ എടുക്കേണ്ടി വരും. ചിലപ്പോൾ കവളിൽ ഉമ്മ എടുക്കാൻ പറയും, കവളിൽ ഉമ്മ എടുക്കും അല്ലേ? അതൊക്കെ എടുക്കില്ല. സിനിമ വരാം അല്ലേ? വേണമെങ്കിൽ അല്ലേ? ഹീറോയിൻ ഉമ്മ എടുക്കാൻ പാടില്ല. സിനിമയിൽ പറയുമ്പോൾ അപ്പം എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞ് ചെയ്തേ പറ്റൂ. പിന്നെ അഭിനയിക്കണ്ട. പിന്നെ തൊഴിൽ ചോറല്ലേ അത്? കവളിലെ ഉമ്മ എടുക്കാലോ. ഇത് കൊള്ളാം. നിങ്ങൾക്ക് എവിടെയാ ഓർമ്മത്? സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാം ഹീറോയിന്റെ കാര്യം അമ്മയും അമ്മക്ക് എനിക്ക് അറിയാം. ഹീറോയിനെ കേസ് പറ. ശരി, ഓക്കെ. എന്റെ ഇന്നത്ര പറയാമല്ലോ. നീ പറ. ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും അടുത്ത സ്റ്റെപ്പിൽ മൂവ് ആവുക. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. ലൈഫ് പഠിച്ച് പൊളിക്കണം. പഠിച്ചല്ലേ? സൗണ്ടായിട്ട് പാടാം. ഓക്കെ, ബൈ ബൈ, സീ യു.